പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കും. കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുന്ന് നൽകുന്ന എല്ലാ ദാനങ്ങൾക്കായും എല്ലാ കൃപാനുഭവങ്ങൾക്കായും പ്രത്യാശയ്ക്കായും ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തിൽ പരിശുദ്ധ മാതാവിനോടും മാർത്തോമായോടും പ്രത്യേകാൽ പത്രോസ് പൗലോസ് ലീഹന്മാരോടും ഗ്രിഗോറിയോസ് തിരുമേനിയോടും ചേർന്ന് തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെയും യാചനകളെയും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, തിരുവചനത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. നൊമ്പരപ്പെട്ട ഉള്ളങ്ങളോട് തിരുവചനം വായിക്കുമ്പോൾ എൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം നീട്ടി ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ബോധ്യം ഞങ്ങൾക്ക് കൈമാറി തരണമേ. ആശങ്കയോടുകൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ തിരുവചനം കേൾക്കുമ്പോൾ കർത്താവെ, കേൾവി ബോധ്യത്തിനും ബോധ്യം വിശ്വാസത്തിനും അത് പ്രത്യാശയ്ക്കുമായി വഴിമാറി അനുഗ്രഹിക്ക് കർത്താവെ, ഞങ്ങളെ നിലനിർത്തണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക്, വിവിധയിടങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തിരുവചനം കേൾക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധനോട് ചേർന്ന് ഈ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഇന്ന് മുഖാന്തരം ആക്കുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ കരുണയ്ക്ക് സ്തുതി. തിരുവചനം മൂലമുള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചുകൊള്ളുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ ചികിത്സകളിലൂടെ കടന്നു പോകുന്നവർ, ഓപ്പറേഷന് വിധേയനായിരിക്കുന്നവർ ഓർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച് ഓപ്പറേഷനെ തുടർന്ന് പരിമല ഹോസ്പിറ്റലിൽ തന്നെയുള്ള കെ വി മാത്യൂസിനെ ഓർത്ത് പ്രത്യേകമായും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണയിൽ കർത്താവെ, രോഗസൗഖ്യവും ആശ്വാസവും അവിടുന്ന് ദാസന്മാർക്ക്, ദാസിമാർക്ക്, പൈതങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ, വിവിധ കാര്യങ്ങൾ ഓർത്ത് തിരുമുമ്പാകെ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്ന നിൻ്റെ മക്കൾക്ക് പരിശുദ്ധൻ്റെ മാധ്യസ്ഥത്താലും തമ്പുരാനെ പ്രസവിച്ച അമ്മയുടെ അനുഗ്രഹപൂർണമായ മാധ്യസ്ഥത്താലും അവിടുന്ന് അനുകൂലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ നോമ്പ് അനുസരണത്തിനും അനുകൂലത്തിനുമായി ഭവിക്കണം. ഞങ്ങളെ വാങ്ങിപ്പോർക്ക് വിശ്രാമം നൽകണമേ. മോറൻ വാലോ ഹാൻ ലവൽ മീൻ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയമുള്ള കെ വി പോൾ റമ്പാച്ചൻ മാനേജർ, മാത്തുക്കുട്ടി അച്ഛൻ അസിസ്റ്റൻറ്റ് മാനേജർ, എൽദോ അച്ഛൻ അസിസ്റ്റൻറ്റ് മാനേജർ, പ്രിയപ്പെട്ട മറ്റ് വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഈ ക്രമമനുസരിച്ച് അത് 3-ാം മണിയുടെ പ്രാർത്ഥനയാണ്. 3-ാം മണിയുടെ പ്രാർത്ഥനയാണ് ഇപ്പോഴിവിടെ നടന്നത്. വ്യാഴാഴ്ചയിൽ നോമ്പിൽ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: വഴിയാഹാരം വശമാക്കി ഭീകരമാം ദിവസത്തിന് മഹിമാവസനം കരുതിയവർ പാർത്താൽ ഭാഗ്യനിധി. ഈ ലോകത്തിൽ വച്ച് നിത്യവഴിക്കുള്ള തണ്ണീർ കുടികളെ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തേക്ക് മഹത്വ വസ്ത്രങ്ങളെ ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം.
മേശയ്ക്കിരിക്കുന്നവരെ കാണുവാൻ മണവാളൻ മഹത്വത്തോടെ എഴുന്നള്ളുമ്പോൾ ഇവൻ പ്രവേശിച്ച് വിരുന്നിൽ സന്തോഷത്തോടെ സ്തുതി പാടും. ഈ ലോകത്തിൽ വച്ച് നിത്യവഴിക്കുള്ള തണ്ണീർ കുടികളെ സമ്പാദിക്കുകയും, അതൊരു പഴയ മലയാളത്തിലെ ഭാഷയാണ്. തണ്ണീർ കുടികളെന്ന് പറഞ്ഞാൽ വഴിയാഹാരം എന്നർത്ഥം, പൊതിച്ചോറെന്നർത്ഥം. നമുക്കിഷ്ടമാണല്ലോ പൊതിച്ചോറ്. അത് പറയുമ്പം തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വഴിയാഹാരം നമുക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. വഴിയിൽ വെച്ച് കഴിക്കുന്ന ആഹാരം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ കൊണ്ടുപോയിട്ട് വഴിയിൽ വച്ച് ആ യാത്രക്കിടയിൽ കഴിക്കുന്ന പൊതിച്ചോറിൻ്റെ കാര്യമാണ്. ഈ ലോകത്തിൽ വച്ച് അങ്ങേ ലോകത്തേക്കുള്ള യാത്രയിൽ വഴിയാഹാരം കരുതുകയും അങ്ങനെ അതുമായി യാത്ര ചെയ്യുകയും ചെയ്യുന്നവന് ഭാഗ്യം. ആ പ്രാർത്ഥന അത് നമ്മൾ വെളുപ്പിനെ ഉണരുമ്പോൾ ചൊല്ലുവാൻ ക്രമീകരിച്ചിരിക്കുന്ന വീട്ടിലെ നമസ്കാരത്തിൽ ആ പ്രാർത്ഥന അതേപോലെ ഉണ്ട്. അത് ഞാൻ ഒരു 3ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ ചൊല്ലി പഠിച്ചതായിരിക്കണം. എന്തായാലും 5-6 ക്ലാസ്സിന് മുമ്പ് ഇത് പഠിച്ചിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അതിനൊരവസരം സൺഡേ സ്കൂളിൽ വന്നിരുന്നു. ഈ ലോകത്തിൽ വെച്ച് നിത്യവഴിക്കുള്ള തണ്ണീർ കുടികളെ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തേക്ക് മഹത്വ വസ്ത്രങ്ങളെ ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. നമ്മളുടെ വഴിയാത്രയിൽ, ജീവിതത്തിൻ്റെ യാത്രയിൽ എങ്ങോട്ടോ പോകുന്നു എന്ന ലക്ഷ്യബോധത്തോടെ ഉള്ള യാത്രയിൽ, അതിനാണല്ലോ വഴിയാത്ര എന്ന് പറയുന്നത്. അല്ലാത്തതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരാണ് നമ്മൾ പറയുന്നത്. വഴിയാത്ര എന്ന് പറയുന്നത് വഴി അറിയുകയും യാത്രാ ബോധ്യത്തോടെ, ലക്ഷ്യബോധ്യത്തോടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നതിനാണ് വഴിയാത്ര എന്ന് പറയുന്നത്. അല്ലാത്തതിന് നരങ്ങിപ്പട്ടിയെന്നോ തെണ്ടി യാത്രയെന്നോ ഒക്കെ പേര് പറയും. അത് യാത്ര എന്നല്ല. അത് ലക്ഷ്യബോധത്തോടെ മനുഷ്യൻ തൻ്റെ ജീവിതം യാത്രയായി കരുതുമ്പോൾ വഴിയാത്രയ്ക്കുള്ള ഭക്ഷ്യവുമായി പോകണം. അത് ക്രിസ്തുവിനോട്, ദൈവത്തോട്, നന്മയോട് ചേർന്ന് ആഹരിക്കുവാൻ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം, പൊതിച്ചോറ് കരുതുന്നത് ഒരു സിമ്പിൾ സ്കില്ലാണ്. ഇന്ന് അത് കരുതുന്നതിന് ഒത്തിരിയധികം മാർഗങ്ങളുണ്ട്. ഫോയിലുകളും ടിഫിൻ കാരിയറുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ്. വഴിയിൽ വെച്ച് കഴിക്കുന്നതാണ് ഇന്ന് കൂടുതൽ പേർക്കും, വഴിയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നതാണ് ഇന്ന് കൂടുതൽ പേർക്ക് ഇഷ്ടമെന്ന് മാറിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നു. പിള്ളേരോട് പറയുന്നു, ഇല വെട്ടിക്കൊണ്ടുവരൂ. അവർ പോയി പൊട്ടാതെ ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അടുപ്പത്തിൽ തീയുണ്ട്, അതിൽ വെച്ചിരിക്കുന്ന പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ആ തീയുടെ മേളിൽ ആ ഇല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കാണിക്കുന്നു. അതങ്ങോട്ടങ്ങ് ഇടുകയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണിക്കുന്നു. എന്നിട്ട് അത് ഒന്ന് വാടുമ്പോൾ എടുത്തു വെക്കുന്നു. അതിൻ്റെ നടുക്ക് ഈ കേബിൾ പോലെ ഒരു സാധനമുണ്ട്, അതങ്ങോട്ട് കുറച്ച് ചെത്തിക്കളയുന്നു, തുടച്ച് റെഡിയാക്കുന്നു. ചോറൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നു. നടുവിലൊരു കുഴി കുഴിച്ചിട്ട് ചിലതൊക്കെ കുഴിച്ചിടുന്നു, ചിലതൊക്കെ അതിൻ്റെ സൈഡിൽ കുഴിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ആ ഉണങ്ങിയ ഇലയിൽ, വാഴയിലയിൽ തന്നെ പൊതിഞ്ഞൊക്കെ വെക്കുന്നു. ഇതുമായിട്ട് നമ്മൾ പോവുകയാണ്. ജീവിതത്തിൽ നോമ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്ന് ഇലവാട്ടി സൂക്ഷിക്കുകയും അതിലേക്ക് അകത്ത് വെക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചു വെക്കുകയും അത് അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിനാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ശരീരമാകുന്ന ഇല പല കാര്യങ്ങളും സൂക്ഷിക്കത്തക്ക രീതിയിൽ ഒന്ന് വഴുക പരുവത്തിനാക്കും. അങ്ങനെ അല്ലാതെ വെട്ടിക്കൊണ്ടുവന്ന അല്ല അതുപോലെ തന്നെ വെച്ചിട്ട് അതിലേക്ക് തുടച്ചിട്ട് ചോറിടുകയോ മടക്കുകയോ ചെയ്താൽ നടുക്കൊഴിച്ച മോര് ചെങ്ങന്നൂർ ഒഴിച്ച പരുമല പള്ളിയുടെ അപ്പുറത്ത് വന്ന് നിൽക്കും.
അതിനത് സൂക്ഷിക്കാൻ പറ്റൂല, അതങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ശരീരമാകുന്ന ഇല, അതിനകത്തൊഴിച്ചു വെക്കുന്ന പലതും പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടതിന് ഒന്ന് മയപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ യാത്ര, ജീവിതം തന്നെയാണ് ആ യാത്ര. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്നതൊക്കെ ആവശ്യത്തിലോ അതിലധികമോ ആഹരിക്കുക, അതുമായി മുന്നോട്ട് പോവുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. കിട്ടുന്നത് എന്തും അതുപോലെ എപ്പോൾ കിട്ടുമോ അന്നേരം സ്വീകരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കുടിക്കുകയോ തിന്നുകയോ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ലെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ പഠിക്കും. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ശരീരം അങ്ങനെ സൂക്ഷിക്കപ്പെടുവാൻ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യത്തോടെ അതിനെ ഒന്ന് പരുവപ്പെടുത്തുകയും ചെയ്യുന്ന ഈ നോമ്പ് അനുഗ്രഹദായകമായി തീരട്ടെ. അതിൽ നമ്മൾ എന്തെങ്കിലും വർജിക്കുന്നു എന്നുള്ളത് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. എന്നാൽ വർജിക്കാനൊക്കാത്ത ഒരു രോഗിയായ ഒരു അമ്മ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ആത്യന്തികമായി അവർക്ക് വിഷമത്തിന് ഇടയാകരുത് എന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ സഭയുടെ പ്രമാണം അനുസരിച്ച് ആകുന്നവർ നോമ്പ് അനുഷ്ഠിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ആകത്തില്ല, അതുകൊണ്ട് ഞാൻ ദുഃഖവെള്ളിയാഴ്ചയും രാവിലെ ഇച്ചിരിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചേച്ചോ അല്ലെങ്കിൽ അന്ന് വരെ ആകുന്നതൊക്കെ കഴിച്ചേച്ചോ പോകുന്നുള്ളൂ എന്ന് ഞാനങ്ങ് നിശ്ചയിച്ചാൽ അതിനനുവാദമില്ല. മറിച്ച് ശരീരത്തിൽ പ്രായവും സാഹചര്യവും അനുവദിക്കുന്ന എല്ലാവരും ഈ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോഴും അതിന് ഇളവുണ്ട്. കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നവർ, വലിയ യാത്ര ചെയ്യുന്നവർ, ക്ലേശകരമായ ജോലി ചെയ്യുന്നവർ, ആരോഗ്യ സംബന്ധമായി ഏറെ പരിമിതിയുള്ള രോഗമുള്ളവർ, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് സഭ കൽപ്പിച്ചിട്ടില്ല. അവർക്ക് ഇളവ് കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇളവ് മാത്രമേ നമുക്ക് അറിയുള്ളൂ എന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നോമ്പിൻ്റെ പ്രമാണം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹകരമായി കൊണ്ടുപോകുന്നതിന് ക്രിസ്തുവോടൊത്തുള്ള ഒരു യാത്രയായി കൊണ്ടുപോകുന്നതിനാണ്. നോറ്റിരിക്കുക എന്നാണല്ലോ, ഉപവസിക്കുക എന്നാണല്ലോ, കൂടെ വസിക്കുക, നൂറ്റിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചില ഗുണങ്ങളോടൊത്ത് വസിക്കുക, നന്മയോടൊത്ത് വസിക്കുക, ദൈവത്തോട് ഒത്തു വസിക്കുക, ഈശ്വര ചൈതന്യത്തോടൊത്ത് വസിക്കുക എന്നൊക്കെയുള്ള ബോധ്യമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് എനിക്ക് 9 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ 10 മണിക്ക് മുന്നേ ഇവിടെ എത്താനായിട്ടൊക്കെ പുറപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിലെ, കൊരട്ടി അമ്പലത്തിലെ ആയിരിക്കാം, കുറേ അമ്മൻകുടം തുള്ളലും ഒക്കെ അതിൻ്റെ പുറകിലെ ഇടയ്ക്കായിപ്പോയി. അതൊരു ഭക്തി അനുഭവത്തിൻ്റെ യാത്രയാണ്. അത് ഭക്തി അനുഭവമാക്കി തന്നെ മുന്നോട്ട് പോകണം, അതൊരു കാര്യമാണ്. നമ്മുടെ റാസകൾ, പ്രദക്ഷിണങ്ങൾ ഭക്തി അനുഭവത്തിൻ്റെ യാത്രകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, റോഡേ പോകുന്ന രോഗിയെ കൊണ്ടുപോകുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തിയിട്ട് അതിൻ്റെ ടയർ അതിൻ്റെ കാറ്റഴിച്ചു വിടുന്ന പള്ളിക്കാരുണ്ട്. ഭയങ്കര ഭക്തിയാണ്. ഇപ്പോഴും ഞാൻ കണ്ടു ഒരു വാഹനം അതവിടെ കിടക്കുക. പിന്നെ ഒരു പരുവത്തിന് ഏതോ 2-3 പേര് വന്ന് അവരെ പോകാൻ അനുവദിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞത് ഭക്തി അനുഭവത്തിനുള്ളതാണ് യാത്രകൾ. പക്ഷേ അതിന് ചേർക്കുന്ന കൂട്ടുകൾ പലപ്പോഴും വേണ്ടാത്ത കൂട്ടുകളാണ് എന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തി അനുഭവത്തിൻ്റെ കൂട്ടുകളുമായി യാത്ര ചെയ്യുവാനും വഴിയാഹാരം വശമാക്കിക്കൊണ്ട് ന്യായവിധി ദിവസത്തേക്ക്, ഭീകരമായ ദിവസത്തേക്ക് ഈ ഭക്ഷ്യവുമായി പോകുവാൻ നിനക്കാകുമെങ്കിൽ അത് ഭാഗ്യമായി കരുതണം. അതങ്ങനെ തന്നെ വേണം എന്നും നമ്മോട് പറയുകയാണ് ഈ നോമ്പനുഭവം. യേശുവിൻ്റെ ജീവിതാനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കഥകൾ യേശുവോടൊത്തുള്ള ജീവിതാനുഭവമാക്കി മാറ്റിയ ആളുകളെക്കുറിച്ചുള്ള കഥകൾ, യേശുവിനും നമുക്കും ഒത്തുപോകുവാനാകുന്ന ചില ജീവിതാനുഭവങ്ങളുള്ള കഥകൾ എന്ന് നമ്മൾ സുവിശേഷത്തിലെ ചില ഭാഗങ്ങളെ പ്രത്യേകമായി നെഞ്ചേറ്റി സൂക്ഷിക്കാറുണ്ട്.
അങ്ങനെയുള്ള ഒരു വേദഭാഗം ഈ നോമ്പ് ദിനങ്ങളിൽ വായിക്കുന്ന ഒരു വേദഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായി ആ വേദഭാഗം നമുക്ക് ആശ്രയിക്കാം. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 36 മുതലുള്ള ഭാഗമാണ്. Forgiveness granted to a sinful lady, sinful woman. സമൂഹം കുറ്റാരോപിതയാക്കി നിർത്തിയ ഒരു സ്ത്രീക്ക് യേശു പാപക്ഷമ നൽകുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവൾ പാപബോധ്യത്തോടെ യേശുവിനെ വന്ന് കണ്ട് തൻ്റെ കണ്ണുനീർ കൊണ്ട് കാൽ തുടച്ച് നനച്ച് തുടച്ച് തനിക്ക് പാപബോധ്യത്തോടെ അത് ചില കാര്യങ്ങളും സംസാരങ്ങളും നടത്തി യേശുവിൽ നിന്ന് പാപമോചനം പ്രാപിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു വിവരണം. ഇത് സുവിശേഷകന്മാരെല്ലാവരും ചേർത്തിട്ടുള്ള വിവിധ കഥകളിൽ ഒരെണ്ണമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. വിശുദ്ധ മർക്കോസിൽ 14-ാമത്തെ അധ്യായത്തിൽ സമാനമായ ഒന്നുണ്ട്. നമ്മളിപ്പം പറഞ്ഞ വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായം 36 മുതലുള്ള ഭാഗത്ത് അങ്ങനെയുള്ള ഒരു വിവരണമുണ്ട്. വിശുദ്ധ യോഹന്നാൻ 12-ാമത്തെ അധ്യായത്തിലേത് ശ്രദ്ധേയമായ ഒന്നാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീയെ ആളുകൾ തള്ളിക്കൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് കൊണ്ടുവരികയാണ്. അത് സത്യത്തിൽ ദൈവാലയത്തിലാണ്, ദേവാലയ നഗരത്തിലാണ്, ദേവാലയത്തിന് തൊട്ട് സമീപത്താണ് എന്നാണ് ആ വേദഭാഗം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ 12-ലേത്. യേശുവിൻ്റെ അടുക്കലേക്ക് ആ സ്ത്രീയെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടുവരികയാണ്. അങ്ങനെ വന്നു, യേശു അവിടെ ഇരിക്കുന്നു. പള്ളിയുടെ സമീപത്താണ്, അവിടെയാണല്ലോ ഏറ് കൂടുതലുള്ളത്. എല്ലാ ആത്മീയ സെൻറ്ററുകളോടും ചേർന്ന്, വിശുദ്ധമായി വേർതിരിക്കപ്പെട്ട സെൻറ്ററുകളോടും ചേർന്ന് ഇന്ന് പാവങ്ങൾക്ക് ഏറുകളാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഏറ് കൊണ്ട് ആ സ്ത്രീ അവിടെ വീഴുകയും എഴുന്നേൽക്കുകയും യേശുവിൻ്റെ സമീപത്ത് സന്ദർഭവശാൽ എത്തുകയും, ഇല്ലെങ്കിൽ അവരെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനും, യേശുവിനെയും വിധിക്കണം ഇവളെയും വിധിക്കണം എന്ന് തന്നെ വിചാരിച്ചു കൊണ്ടുവരികയാണ്. ആ സ്ത്രീ യേശുവിനെ നോക്കുന്നുണ്ട്. അതിലധികമായി ആ എറിഞ്ഞും കൊണ്ട് വന്ന മനുഷ്യർ നോക്കുകയാണ്. അവർ പരീശന്മാരാണ്, ശാസ്ത്രിമാരും ഒക്കെയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ എറിഞ്ഞും കൊണ്ട് വരുന്നതിനിടയിൽ ഇവളെ ഞങ്ങൾ ഈ കുറ്റത്തിന് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ അവർ ആക്രോശിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ ഏറും കൊടുക്കുന്നുണ്ട്. കുറേ ഏറൊക്കെ ആയിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ അവർ വന്നത്. അവൾ വേദനിക്കുന്നുണ്ട് യേശുവിനും. അവൾ കണ്ണ് ഉയരത്തിലേക്കോ മുന്നോട്ടോ നോക്കാൻ ധൈര്യപ്പെടുവാൻ ഉള്ള ത്രാണിയിലല്ല, പാങ്ങില്ല. യേശുവും അവളെ പ്രതിനിധീകരിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവനെന്നാണ്. കുറച്ചു നേരം കൂടെ യേശു കുനിഞ്ഞിരുന്നു, കാരണം ആ സ്ത്രീയും കുനിഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ താൻ തല ഉയർത്തി നിർത്തിയിട്ട് എന്ത് കാര്യം എന്ന്. എൻ്റെ ഇടവക ജനങ്ങൾ തലതാണിരിക്കുന്ന സമയത്ത് തൊപ്പി വച്ചാൽ എന്ത്, കുപ്പായം ധരിച്ചാൽ എന്ത്, തല എവിടെ ഉയരും? നമ്മുടെ കുടുംബങ്ങൾ തലതാണിരിക്കുന്ന അനുഭവങ്ങളിൽ നമ്മുടെ തല എങ്ങനെ അഹങ്കാരത്തോടെ ഉയർന്നു നിൽക്കും? അപ്പോൾ യേശുവും തലകുനിച്ചിരിക്കുകയാണ്. അവിടുന്ന് എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് എഴുതിയത് എന്ന് അന്വേഷിക്കുന്നതിലുപരി യേശു ആ സ്ത്രീയുടെ മാനസം ഉൾക്കൊണ്ട് കുനിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ, കാരണം യേശുവിൻ്റെ ഒപ്പം കുറേ നാൾ യാത്ര ചെയ്ത ഒരു യൗവന കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇളയവനായിരുന്നല്ലോ. യേശുവിനൊപ്പം കൂടി ആ മാനസം കുറേ മനസ്സിലാക്കിയ ആളായിരുന്നു. ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ടായപ്പോഴും തങ്ങളെയും തിരുത്തുകയും തൻ്റെ സഹോദരനെയും തിരുത്തുകയും തങ്ങളെ അമ്മയെയും ഒക്കെ തിരുത്തുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ് യേശു എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ പത്മോസിലൊക്കെ പോയി നല്ല പ്രായത്തിൽ സ്വാഭാവിക മരണം പ്രാപിച്ചു. അദ്ദേഹമാണ് എഴുതുന്നത്, യേശു ആ സ്ത്രീയുടെ മാനസം ഉൾക്കൊണ്ട് അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
പിന്നെ ഒന്ന് എഴുന്നേറ്റും കൂടെ ഒന്ന് നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതിനിടയിലൂടെ നമ്മൾ വായിച്ചാൽ യേശു എത്തി നോക്കുകയാണ്. കാരണം സ്ത്രീയെ കാണാനില്ല. അവിടെ കുറേ കല്ലൊക്കെ കടന്നതുകൊണ്ട് യേശു ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവരെന്തി ഏറൊക്കെ കഴിഞ്ഞോ? നീ ജീവനോടുണ്ടല്ലേ? യേശു ആ മാനസത്തോടെ യേശു ആ സ്ത്രീയെ നോക്കുകയാണ്. യേശു ചില കൊച്ചു വാചകങ്ങൾ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അവർ പോയി. അപ്പോൾ യേശു അവളോട് മറുപടി പറഞ്ഞു. ഇന്ന് മറ്റേതൊരു വേദഭാഗവും, ഇന്ന് ഞാൻ മറ്റൊരു വേദഭാഗമാണ് എടുത്തിരിക്കുന്നതെങ്കിലും യേശു പാപക്ഷമ നൽകിയ ഏതൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അടിസ്ഥാനപരമായ ചിന്താഗതി ഇതായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷകൻ അത് എഴുതുന്നത്, സുവിശേഷകന്മാരത് എഴുതുന്നത്. എന്താണ് യേശു പറഞ്ഞത്? അത് അദ്ദേഹത്തിൻ്റെ മാനസമാണ്. മോളെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുതാണ്. നമുക്ക് കുറ്റം വിധിക്കാനായി അനേക അവസരങ്ങളും അനേക കാര്യങ്ങളും അനേക ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. കാരണം വിധി തീർപ്പിനാണല്ലോ ഞാൻ കറുത്ത കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. അവൾ പാപിനിയാണ്, ഇവൻ പാപിയാണ് എന്നൊക്കെ വിധിക്കാനാണെന്നാണല്ലോ നമ്മുടെ വിചാരം. അല്ല, കുമ്പസാരം എന്തിനാന്ന് ചോദിച്ചാൽ പാപം ഏറ്റു പറയാനാണെന്ന് പറയുന്ന ഒത്തിരി ആളുകളും ചിലപ്പോൾ നേതാക്കളും ഒക്കെ ഉണ്ടായിരിക്കുമായിരിക്കാം. അതിനുള്ളതല്ല കുമ്പസാരം. കുമ്പസാരം പാപം ഏറ്റുപറയുന്നതിനുള്ളതല്ല. ദൈവമുമ്പാകെ നമ്മുടെ പാപദുഃഖം ഏറ്റുപറയുകയും പാപക്ഷമ സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ളതാണ്. അല്ലാതെ ആരെയും കുറ്റം വിധിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. അങ്ങനെ ചിന്തിച്ചു പോയി ആളുകൾ എന്നുള്ളതേ ഉള്ളൂ. വിശുദ്ധ യോഹന്നാൻ 20-21 അധ്യായം, 20-ാം അധ്യായം പ്രത്യേകിച്ച് വായിക്കുമ്പോൾ പാപദുഃഖം ഏറ്റുപറയുന്നതിനുള്ള നേരമായി അതിനെ മാറ്റിവെച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് പാപക്ഷമയാണ്, പക്ഷെ ദുഃഖമാണ് ഏറ്റുപറയേണ്ടതെന്നാണ് ആ ഭാഗം ഉള്ളത്. ആകട്ടെ, അങ്ങനെ യേശു ആ മാനസത്തോടെ അവളോട് നോക്കിയിട്ട് പറയുകയാണ്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല മോളെ, പോക, ഇനി പാപം ചെയ്യരുത്. യേശുവിൻ്റെ മാനസം നമ്മൾ എത്ര അധികമായി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് നോക്കുക. ലംഘനം ക്ഷമിച്ചും, പറഞ്ഞോളൂ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഈ മനുഷ്യൻ ഭാഗ്യവാൻ, ഈ സ്ത്രീ ഭാഗ്യവാതി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഈ ഉള്ളവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് അകൃത്യം കണക്കിടാതെ നമ്മൾ എത്ര അധികമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു അനുകൂലം എന്ന് നാം ഓർക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് നീയും ഓർക്കുക, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന ബോധ്യം യേശു അവൾക്ക് കൈമാറുകയാണ്. പക്ഷെ ഒരു കാര്യം, പോക, ഇനി പാപം ചെയ്യരുത് എന്ന്. ജീവിതത്തിൽ പാപബോധമുണ്ടാവുകയും പാപദുഃഖം ഏറ്റുപറയുകയും ദൈവത്തിങ്കൽ നിന്ന് പാപക്ഷമ ഏൽക്കുകയും ചെയ്യുവാൻ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പാപിയോടുള്ള മനോഭാവം സ്വീകരിക്കണം എന്നാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുന്നതിലെ പ്രധാന അടിസ്ഥാന ചിന്ത. ആ വേദഭാഗം നമുക്കൊന്ന് നോക്കാം. അവിടെ പറയുകയാണ്, അനുതാപ ദുഃഖം പ്രകാശിപ്പിച്ച് ആകേണ്ട ഒരു അനുഭവമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത് എന്ന്. യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, പരീശൻ്റെ, ശീമോൻ്റെ മനോഭാവമാണ് അതിലാദ്യം നമ്മൾ കാണുന്നത്. വ്യത്യസ്ത മനോഭാവങ്ങളിൽ യേശുവിൻ്റെ മാനസം നമ്മൾ കണ്ടു. അതിൻ്റെ മറ്റു വശങ്ങൾ പുറകെ കാണണം. എന്നാൽ ഇവിടെ കാണുന്ന യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന ആ പരീശൻ്റെ മനോഭാവം നമ്മളൊന്ന് നോക്കുക. ഈ പരീശൻ എന്ന പദം കേൾക്കുമ്പോൾ നമ്മളുടെ പലരുടെയും, പ്രത്യേകിച്ച് നോമ്പ് നാളുകളിൽ
പ്രാർത്ഥന ചൊല്ലുന്ന പലരുടെയും, കഷ്ടാനുവാഴ്ചയിൽ ആരാധനയെ സംബന്ധിക്കുന്ന മിക്കവരുടെയും ചിന്താഗതി പരീശന്മാരെന്ന് പറഞ്ഞാൽ പാപികളെന്നാണ്, അവർ ദുഷ്ടന്മാരാണെന്നാണ് ചിന്ത. പരീശൻ എന്ന് പറയുന്നത് പ്രമാണങ്ങളുള്ള മനുഷ്യരാണ്. അക്കാലഘട്ടത്തിൽ പ്രമാണങ്ങളുള്ള സൽപ്രമാണങ്ങൾ സൂക്ഷിക്കണമെന്ന് കടുംപിടുത്തമുള്ള ആളുകളായിരുന്നു. ആ കടുംപിടുത്തത്തെയാണ് യേശു വിമർശിച്ചത്. അതല്ലാതെ അവരുടെ സൽപ്രമാണ രീതികളെ അല്ല. അവർ പ്രമാണങ്ങളുള്ള മനുഷ്യരായിരുന്നു. കാരണം അവർ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ, 10 കൽപ്പനകൾ, അതിലെ സവിശേഷമായ മറ്റ് കൽപ്പനകൾ ഒക്കെ പാലിക്കണം എന്ന് കൃത്യതയോടെ പാലിക്കണമെന്ന് നിർബന്ധം പുലർത്തുകയും അത് മറ്റ് തങ്ങളുടെ സമൂഹം പാലിച്ചിരിക്കണമെന്ന് കർക്കശമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളായിരുന്നു പരീശന്മാർ. അവർ തിങ്കളും വ്യാഴവും ഉപവസിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അന്ന് ചന്ത ദിവസമായിരുന്നു. ആ ചന്ത ദിവസമായതുകൊണ്ട് എന്തിനാണ് ഉപവസിക്കുന്നത്? ആ ചന്ത ദിവസം ഉപവസിക്കുകയും ഒക്കെ ചെയ്താൽ ഉപവാസത്തിൽ നിന്ന് മിച്ചം കിട്ടുന്നത് അവരന്ന് എണ്ണ പോലും തേക്കുകയില്ല. ആ എണ്ണയും പാത്രത്തിൽ കരുതി തങ്ങൾ തൊട്ടു മുമ്പ് ഉപവസിച്ച ദിവസങ്ങളിലെ പകർച്ചയായി കൊടുക്കുവാൻ ആ ധാന്യങ്ങളുമൊക്കെ കൈ കരുതി, ആ പണവും കരുതി, ആ ചന്ത ദിവസം ആവശ്യമുള്ള മനുഷ്യരെ അന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് കൊടുക്കാനായി ചന്ത ദിവസം തന്നെ ഉപവസിച്ച് വന്ന മനുഷ്യരായിരുന്നു അവർ പ്രമാണങ്ങളുള്ള മനുഷ്യരായിരുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രമാണമില്ലാതെ എന്തും വിളിച്ചു പറയുന്ന നമ്മളെക്കുറിച്ച് താരതമ്യപ്പെടുത്തരുത്. അവർ പ്രമാണങ്ങളുള്ളവരുടെ മനുഷ്യരായിരുന്നു, ന്യായപ്രമാണം പാലിക്കുന്ന ആളുകളായിരുന്നു അവർ. പക്ഷെ അവരുടെ മനോഭാവം ചില അവസരങ്ങളിൽ പെശകുള്ളതായി തീർന്നു എന്ന് കാണുന്നു. ചുങ്കക്കാരൻ്റെയും പാപിയുടെയും സ്നേഹിതനായി സ്വയം അവതരിക്കുകയും സ്വയം കാണിക്കുകയും അങ്ങനെ നിലകൊള്ളുകയും ചെയ്യുന്ന ഈ സ്ത്രീയോട് അനുഭാവപൂർവം പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന യേശുവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല എന്നുള്ള പെശക് മാത്രമേ അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മനോഭാവം യേശുവിൽ ഉണ്ട് എന്നറിഞ്ഞിട്ട് ചുങ്കക്കാരോടും പാപികളോടും പ്രത്യേകമായ ആഭിമുഖ്യം യേശു പുലർത്തുന്നു എന്നുള്ളത് കൊണ്ട് യേശുവിനെ തൻ ഭക്ഷണത്തിന് ക്ഷണിച്ചെങ്കിലും ഉപചാരങ്ങളൊന്നും അതേപോലെ നിർവഹിക്കുവാൻ അദ്ദേഹം ഒരുക്കം കാണിച്ചില്ല. ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായമാണല്ലോ വിശുദ്ധ ലൂക്കോസിൽ നിന്ന് നാം ചിന്തിക്കുന്നത്. അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിഥിക്ക് സ്നേഹചുംബനം കൊടുക്കുന്ന പതിവുള്ളതാണ്, അതവർ കൊടുത്തില്ല എന്ന്. ഈ മനുഷ്യൻ അത് സ്നേഹചുംബനം നൽകിയില്ല. സാധാരണ ആതിഥ്യ മര്യാദയിലുള്ളതാണ്, അത് അദ്ദേഹം കൊടുത്തില്ല. 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കാലിന് വെള്ളം കൊടുക്കുന്നതായിരുന്നു കാല് കഴുകേണ്ടതിന്. ആ വെള്ളം ഈ മനുഷ്യൻ യേശുവിന് കൊടുത്തില്ല. അവിടെ പറയുന്നുണ്ട്, ഇവളെന്നെ ഈ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ തുടയ്ക്കുകയും കാൽ കഴുകുകയും കാൽ നനയ്ക്കുകയും എന്ന കൃത്യപദം, കാൽ കഴുകുകയും അവളുടെ വളരെ വിശേഷപ്പെട്ടതായി അവളുടെ ശരീരത്തിലുള്ള മുടികൾ കൊണ്ട് അവൾ കാലുകൾ തുടയ്ക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്താണ് യേശു പറയുന്നത്, നീ എനിക്ക് കാലിന് വെള്ളം തന്നിരുന്നില്ല എന്ന്. തലയിൽ എണ്ണ പൂശുന്ന രീതി അന്ന് അവർക്കുണ്ട്, ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് അതവൾ പുലർത്തി. അത് ഈ മനുഷ്യൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും, അത്താഴം കൊടുക്കേണ്ടതിന് ക്ഷണിച്ചെങ്കിലും അത് അയാൾ യേശുവിനെ ഓഫർ ചെയ്തിരുന്നില്ല എന്നും കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, യേശുവിനെ അറിയാമെങ്കിലും നമുക്കും അറിയാം, യേശുവിനെ ക്ഷണിച്ചുവെങ്കിലും നമ്മൾ ക്ഷണിക്കാറുണ്ട്, യേശുവോട് ചേർന്നിരുന്ന് ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും, ആതിഥ്യ മര്യാദ പുലർത്തുന്നെങ്കിലും യേശുവിൻ്റെ മാനസം ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിനായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ കുറേ നാളായി യേശുവിൻ്റെ വാഹകരായിട്ട് പോകുന്നവരാണല്ലോ. നമ്മൾ യേശുവിനെ വിവാഹം കഴിച്ചവർ എന്ന് വേണേൽ പറയാം. വിവാഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ വഹിക്കുന്നവ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പലരെയും വഹിക്കാനുള്ള സമയമാണ് വിവാഹം എന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ മുൻവിധിയുള്ള കൂട്ടരായി നമ്മുടെ ചെറുപ്പക്കാർ മാറുകയും ചെയ്തിരിക്കുന്നു.
അത്രയും മുൻവിധി വേണമോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതാണ്. ആകട്ടെ, എന്തായാലും സവിശേഷമായി മറ്റൊരാളിനെ വഹിക്കുവാനുള്ള ആ ബോധ്യത്തോടെയാണ് വിവാഹമെങ്കിൽ, യേശുവിനെ വഹിക്കുന്ന നാം യേശുവിനെ അത്താഴത്തിന് ക്ഷണിച്ച ഈ മനുഷ്യൻ്റെ മനോഭാവം പുലർത്തുന്നുണ്ടോ? യേശുവിൻ്റെ മാനസം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയെ 10-30 വർഷമായിട്ട് അവരൊരുമിച്ച് താമസിക്കുക, പക്ഷെ ഇതുവരെ അയാൾക്ക് അവളുടെ ഒരു ആർദ്ര മനോഭാവം ഇതുവരെ കിട്ടിയില്ല. 30 വർഷമായിട്ട് അവരൊരുമിച്ച് താമസിക്കുക, പക്ഷെ ഇപ്പോഴും അയാൾ കടിച്ചു കീറാനാണ് ചെല്ലുന്നത്. അവളുടെ വീട്ടുകാരത്തിയുടെ ഒരു ആർദ്ര മനോഭാവം ഇതുവരെ അയാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ യേശുവിനൊപ്പമായി നമ്മൾ കുറേ നാളായി യാത്ര ചെയ്യുന്നല്ലോ. ആർ വി സബ്സ്ക്രൈബിങ് ടു ദി ഐഡിയൽസ്? ആർ യു സബ്സ്ക്രൈബിങ് ടു ദ വാല്യൂസ് വിച്ച് ജീസസ് ക്രൈസ്റ്റ് അപ്ഹെൽഡ്? യേശു ഉയർത്തുന്ന ആ മൂല്യങ്ങൾ, ആ അനുഭവങ്ങൾ, അത് നമ്മൾ പങ്കിടുന്നുണ്ടോ? അത് യഥാർത്ഥമായി ചേർക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. വിവരണത്തിലെ രണ്ടാമത്തെ മനോഭാവക്കാരി, രണ്ടാം കഥാപാത്രത്തെ നമ്മൾ നോക്കുമ്പോൾ അത് ആ സ്ത്രീയാണ്. അവരെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, അവർ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയാകുന്നു എന്ന്. സത്യത്തിൽ എബ്രായ രീതി അനുസരിച്ച് പട്ടണത്തിലെ സ്ത്രീ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം പട്ടണം ഈസ് ഈക്വലൻ ടു പാപം. എ സിറ്റി എന്നുള്ള പദം അവരുപയോഗിക്കുന്നെങ്കിൽ അതിനർത്ഥം സിൻഫുൾ എന്നുള്ള പദമാണ്. കാരണം യോനയുടെ പ്രവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നിനുവേ ഒരു മഹാനഗരമാകുന്നു എന്നാ പറയുന്നത്. അനേകം ആളുകൾ അവിടെ ഉണ്ട് എന്ന അക്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1,00,000 ചില്ലുവാനം, 20,000 ചില്ലുവാനം എന്നുള്ള കണക്ക്. അപ്പോൾ ഏറെ കന്നുകാലികളുണ്ട്. ആ കാര്യം മാത്രമല്ല, മഹാനഗരം എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം അമോൻ. ഈർ മീൻ സിറ്റി. അമോൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന പദമാണത്. പക്ഷെ അതിന് ആ അർത്ഥം മാത്രമല്ല ഉള്ളത്. അതിന് ബഹളങ്ങളുള്ള പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം, ബഹളങ്ങളുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ബഹളം? അതിന് വിശദീകരണവുമുണ്ട് എബ്രായ ഭാഷയിൽ, ശേമ്യ ഭാഷകളിൽ, എബ്രായ, സുറിയാനി, അറബി ഭാഷകളിലെല്ലാം അതിന് ആ ബഹളമയം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്ന് വിശദീകരണമുണ്ട്. എന്താണ് അതിൻ്റെ എറ്റിമോളജിയിലെ അർത്ഥം? അത് പാപമയം എന്നാണ്. സർവ തിന്മകളുടെയും കേദാരമാകുന്നു പട്ടണം എന്നൊരു ചിന്താഗതിയുണ്ട്. അത് ഈ ഭാരതീയ സങ്കല്പത്തിലുണ്ട്. ഗ്രാമ്യ ശാലീനതയെന്നും പട്ടണത്തിൻ്റെ പാപാനുഭവമെന്നും ഒക്കെയുള്ള ഉപയോഗം ഭാഷയിൽ തന്നെ നമുക്കുണ്ട്. ആകട്ടെ, ആ ശേമ്യ ഭാഷയിലെ ഉപയോഗത്തിൽ ഈ അർത്ഥം അവിടെ ചേരുമ്പോൾ ഈ സ്ത്രീ പാപിനിയായ സ്ത്രീയായിരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വരും മുമ്പ് അവൾ പാപബോധം സ്വീകരിച്ചിട്ടാണ്. എൻ്റെ പാപാനുഭവം അതെനിക്ക് തുടരുവാൻ ഇടയാകരുത്, അത് മാറി യേശുവിൽ ഞാൻ പുതിയ ഒരു അനുഭവത്തിനായി ആഗ്രഹിക്കുന്നു. ഒരുവൻ യേശുവിലായാൽ, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്നിപ്രകാരമുള്ള കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ പോലെ ആ ഒരു ബോധ്യത്തിൽ, പാപാനുഭവത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് മാറുവാനുള്ള ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ വന്ന ഒരാളായിട്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരാളാണെങ്കിൽ അവർ പാപബോധത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് പാപക്ഷമ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചു, കുമ്പസാരം പാപം ഏറ്റുപറയുന്നതിനുള്ള സമയമല്ല. പാപമല്ല അവിടെ ഏറ്റുപറയേണ്ടത്, മറിച്ച് അനുതാപ ദുഃഖമാണ്. അതിനടിസ്ഥാനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം എന്നതുപോലെ മറ്റനേക വാക്യങ്ങളുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 7-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ നമ്മൾ കൊരിന്ത്യർ തങ്ങൾക്ക് വന്ന
ജീവിതത്തിൽ പാപബോധ്യത്തോടെ മനംമാറ്റമുണ്ടാകണം എന്ന അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു വരുന്ന പുലർത്തി വരുന്ന ആ സാഹചര്യത്തിൽ യഥാർത്ഥ വിഷമമുണ്ടായെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് 8-9 വാക്യങ്ങൾ 2 കൊരിന്ത്യർ 7-ാം അധ്യായം 8-9 വാക്യത്തിൽ പറയുന്നു, അവർക്ക് ദുഃഖമുണ്ടായതിൽ, അതായത് അനുതാപ ദുഃഖമുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ ദുഃഖം ദൈവഹിതപ്രകാരമാണ്. ദാറ്റ് ഈസ് ദി വിൽ ഓഫ് ഗാഡ്. നിങ്ങൾ ദുഃഖിക്കുന്നത് യഥാർത്ഥമായ അനുതാപമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവ ഇഷ്ടത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എഴുതുന്ന വാക്യം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ ഉളവാക്കുകയും അത് രക്ഷയ്ക്കാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ ഭാഗം സത്യത്തിൽ അതിൻ്റെ ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കണം. അത് സത്യത്തിൽ എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ തിരുത്തപ്പെടേണ്ടതാണ്. അത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം: ദൈവികമായ ദുഃഖം അനുതാപത്തെ ഉളവാക്കുകയും രക്ഷാദായകമായ ആ ദുഃഖം ഖേദമുണ്ടാക്കാതെ, വിതൗട്ട് എനി റിഗ്രറ്റ്, ഖേദമുണ്ടാക്കാതെ ആ മരണത്തെ ഉളവാക്കുന്ന ആ ദുഃഖം മാറി അത് രക്ഷയെ പ്രദാനം ചെയ്യുന്നതായി ബോധ്യപ്പെടും എന്ന് ആയിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ചുരുക്കത്തിൽ ആ സ്ത്രീ പാപബോധ്യത്തോടെയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവർ അനുതാപബോധ്യത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. നമ്മൾക്ക് ദൈവസന്നിധി വരുമ്പോൾ നമ്മൾക്ക് വന്നുപോയ തെറ്റുകളെക്കുറിച്ചോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വരുവാനുള്ള ശിക്ഷയെക്കുറിച്ചോ ഉള്ള ബോധ്യമാണോ, അതോ ചെയ്തു പോയതിലുള്ള യഥാർത്ഥ ദുഃഖമാണോ നമ്മെ ഭരിക്കുന്നത്? നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതാണ്. ഏത് കുറ്റം ചെയ്ത മനുഷ്യർക്കും, തൻ്റെ ഭവനത്തിലുള്ള മനുഷ്യർക്ക്, ഇപ്പോൾ ഒന്നിലധികം പേർക്ക് സയനൈഡ് കൊടുത്ത് കൊല്ലുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിലും അവൾക്കും പിടിക്കപ്പെടുമോ എന്നുള്ള ഭയവും ദുഃഖവുമുണ്ട്. പക്ഷെ ചെയ്ത കൃത്യത്താൽ താൻ അനേക കുടുംബങ്ങൾക്ക് വഴിയാധാരമായി തീർന്നു എന്ന് അത് കുഴപ്പത്തിലാക്കി എന്ന് അതിൽ യഥാർത്ഥ ദുഃഖമുണ്ടോ? താൻ ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന അനുതാപ ദുഃഖം യഥാർത്ഥമായിട്ടുണ്ടോ? പിടിക്കപ്പെടുമ്പോഴുള്ള ദുഃഖമല്ല, അതിലുള്ള ദുഃഖമല്ല, മറിച്ച് താൻ ചെയ്തതിലുള്ള ദുഃഖം യഥാർത്ഥമായി ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ പല അവസരത്തിൽ പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ഉദാഹരണമാണ്. ഈ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ വൈകുന്നേരം വരുന്നുണ്ടെങ്കിൽ ആനയെ പിടിച്ച് തിന്നാനുള്ള വിശപ്പോടെയാണല്ലോ വരുന്നത്. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ, അന്ന് ഞാൻ വരുമ്പോൾ വീട്ടിലെ അമ്മയൊന്നും കാണുന്നില്ല. അമ്മയൊക്കെ പറമ്പിൽ നിൽക്കുകയാണ്. അവിടെ കുറേ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കോഴി അവിടെ നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വടിയും കൊണ്ട് ഇവിടെ നിൽക്കുക, ഞാൻ പോയി ചായ എടുത്ത് വെച്ചേച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വടിയൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് ആളിനെ കാണുന്നില്ല. അപ്പോൾ അവിടെ ആരോ വിളിക്കുന്നു എന്ന കുഞ്ഞമ്മേ കുഞ്ഞമ്മേ അവിടെ വിളിക്കുന്ന ശബ്ദം കേൾക്കാം. ഓ, നമ്മുടെ സമയം വിശക്കുകയും ചെയ്യുന്നു, കാര്യം നടക്കുന്നുമില്ല. ഈ കോഴിയാണ്, ഇടയ്ക്ക് ചില കുഞ്ഞുങ്ങളാണ് അനുസരണം കെട്ടതാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നില്ല. എന്തായാലും ഒരെണ്ണം പെടഞ്ഞങ്ങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കോഴിക്കുഞ്ഞ് ചത്തതിലല്ല എനിക്ക് വിഷമം. എന്തായിരിക്കും വിഷമം? 4 മണിക്കത്തെ ചായയും പോയി, അടിയും കൊള്ളും. അന്നാണെങ്കിൽ നിക്കറാണ് ഇടുന്നത്. ഇന്നത്തെ ഈ ജീൻസാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ കഴുകത്തുള്ളൂ, നല്ല കട്ടിയുവാ. അപ്പോൾ അതിന് നല്ല ബലമാണ്. അതിൽ അടി കൊണ്ടാലും കേൾക്കുകയില്ല. സത്യം പറഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ അടിയൊക്കെ നിർത്തിയത് ഈ ജീൻസ് ഇറങ്ങിയത് കൊണ്ട് ടീച്ചേഴ്സിനോടുള്ള സഹായമായിട്ടാണ് ഈ വടിയൊക്കെ നിരോധിച്ച് ഇറക്കിയത്. അല്ലാതെ ടീച്ചർമാർ അടിച്ച് അവരുടെ പോലും കളയണ്ടെന്ന് വിചാരിച്ച് ഇറക്കിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പിള്ളേർ നേരെയാകണമെങ്കിൽ അടി വേണമെന്നുള്ള ബോധ്യം അധികാരികൾക്കും ഉണ്ടാകുമായിരിക്കും. എന്തായാലും അന്ന് നിക്കറായിട്ടിരിക്കുന്നു. അതാണെങ്കിലും ഒരു ചാൺ കഷ്ടിച്ചേ ഉള്ളൂ. ഇതിൻ്റെ താഴോട്ട് അടിച്ചാൽ ആ കുഴപ്പമോ വേദന എടുക്കുന്ന അതിൻ്റെ വിഷമമാണ് എനിക്കുള്ളത്. അല്ലാതെ ഈ കോഴിക്കുഞ്ഞ് ചത്തതിൽ, അത് നഷ്ടം ഭവനത്തിനുണ്ടാക്കിയതിൽ അതിലൊരു വിഷമവും എനിക്ക് അന്നേരം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് പിടിക്കപ്പെടുന്നു എന്നുള്ളതിലുള്ള ദുഃഖവും അനുതാപ ദുഃഖവും രണ്ടും രണ്ടാണ്. നമുക്ക് പിടിക്കപ്പെടുന്നതിലുള്ള ദുഃഖമുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്.
വലിയ നേതാക്കൾ, വലിയ ആളുകളൊക്കെ ഇങ്ങനെ കൊമ്പം മീശയും ധിക്കാരവും ഒക്കെ ആയിട്ട് നാട് ഭരിക്കുന്ന ആളുകൾ പിടിക്കപ്പെടുന്നതിൽ അവർക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ടാണല്ലോ ദിവസവും ഇന്ന കള്ളങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിടിക്കപ്പെടുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷെ പിടിക്കപ്പെടുന്നതിലെ ദുഃഖമല്ല, സമൂഹത്തിൻ്റെ പൊതുമുതൽ തൻ്റെ ആരെങ്കിലും വഴി തൻ്റെ കീശയിലാക്കിയതിൻ്റെ ദുഃഖം, അത് തെറ്റാണെന്നുള്ള ബോധ്യം എവിടെ? ആകട്ടെ, ഞാൻ പറഞ്ഞത് അനുതാപ ദുഃഖം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമുണ്ട്. അത് ഉയർത്തുവാനാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ബോധ്യപ്പെടുത്താനാണ് വൈദികൻ കറുത്തകുപ്പായം ധരിക്കുന്നത്. നമ്മുടെ വിചാരം ആളുകളെ ബോധ്യപ്പെടുത്താനാണ് കറുത്തകുപ്പായം ധരിക്കുന്നത്. അതിനല്ല. സഭ അച്ഛനോട് പറയണ്ടോ നീ അനുതാപ ദുഃഖം ഉള്ളവനായിട്ട് നിൽക്കണം എന്ന്. അതിനാ ഈ അമ്മച്ചിയെ കാണിക്കാനല്ലേ. ഈ അമ്മച്ചി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഇതിയാൻ തന്നെ നോക്കുമ്പോൾ അനുതാപ ദുഃഖം ഉള്ളവനായിരിക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അല്ല പിന്നെ മറ്റാളുകൾ കാണുന്നുണ്ടെന്നുള്ളൊരു സത്യം. ഞാനിവിടെ നീ പറയുന്നത് സത്യത്തിൽ എന്നോട് പറയുന്നതാണ്, നിങ്ങൾ കൂട്ടത്തിൽ കേൾക്കുന്നുണ്ടെന്നുള്ളത് സത്യം. ഞാൻ പറഞ്ഞത് സഭയുടെ കാഴ്ചപ്പാടിതായിരിക്കണം. അപ്പോൾ ഈ അനുതാപ ദുഃഖം യഥാർത്ഥമായി വളരുവാൻ ദ ബെഞ്ച് മാർക്ക് ഷുഡ് റേസ്, അത് ഉയർത്തുവാൻ, അതിനാണ് നോമ്പ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ അനുഷ്ഠിച്ചാലും മതി. ഒരുമിച്ച് അനുഷ്ഠിക്കുന്ന ഈ അനുതാപ ദുഃഖത്തിൻ്റെ തോത് ഉയർന്നുയർന്നു അല്പം കൂടെ വരണം എന്നുള്ളതാണ്. ആകട്ടെ, യേശുവിൻ്റെ മനോഭാവം കുറച്ചുകൂടെ വിശദമായി നമുക്കുള്ള സമയം കൊണ്ട് നോക്കാം. ഈ തിരുത്തപ്പെടേണ്ട മനോഭാവമുള്ള ആ പരീശൻ്റെ മനോഭാവം നമ്മൾ കണ്ടു. ആ സ്ത്രീയുടെ അനുതാപ ദുഃഖത്തിൻ്റെ മനോഭാവം കണ്ടു. യേശുവിൻ്റെ മാനസത്തിൻ്റെ ആ ഒരു പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കേണ്ടത് ആവശ്യമുണ്ട്. യേശുവിൻ്റെ വാക്കുകളിലൂടെ അത് നമുക്ക് കാണാം. 1-2 വാക്യങ്ങളിലൂടെ അത് നമുക്ക് കാണാം. 7-ാം അധ്യായം 47-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വിശുദ്ധ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, ഇവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇവളുടെ അനുതാപം സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അനേകമായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് യേശു സ്ത്രീയോട് പറയാണ്, മകളെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, മകളെ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത് എന്താണ്? തൻ്റെ മനോഭാവം ഈ കേൾക്കുന്നവർക്ക്, തന്നെ കാണുന്നവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഷീ ഡിസേർവ്സ് പണിഷ്മെൻറ്റ്. അവൾ പാപം ചെയ്തതിനാൽ അർഹിക്കുന്നുണ്ട് ശിക്ഷ. പക്ഷെ അവളെ ഞാൻ കുറ്റം വിമുക്ത ആക്കിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് അവളെ വിമുക്തയാക്കിയിരിക്കുന്നു, ഈ ശിക്ഷയിൽ നിന്ന് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതായി നമ്മൾ അനുതാപ സങ്കീർത്തനങ്ങളിലൂടെ ഒക്കെ വായിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും അനുഭവിച്ചിട്ടുള്ളത്, കർത്താവിൽ നിന്ന് നാം പ്രാപിച്ച അനുകൂലനങ്ങൾ, ആ ബോധ്യമാണ് എന്ന് നമ്മൾ ഓർക്കുക. എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് ദൈവം നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ നൽകി നമ്മെ നിലനിർത്തുന്നു, നമ്മളുടെ കുറ്റങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളത് എത്ര അധികമായി നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്. പാപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഞെരുക്കങ്ങളുടെ അവസരങ്ങളിലും കർത്താവ് നമ്മെ കരുതിയിട്ടില്ലേ? എത്രയെത്ര അനുഗ്രഹങ്ങൾ, എത്രയെത്ര കാരുണ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരോട് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്കൊപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തേ. ശ്വാസം എടുക്കൂ. വീടണ്ട, അവിടെ പിടിച്ചുകൊണ്ട് നിന്നോ കുറച്ചു നേരം. നമ്മൾ ഈ എടുത്ത ശ്വാസവും വിട്ട ശ്വാസവും പോലെ ഏതോരു ഉറങ്ങുമ്പോഴും ഉണർച്ചയിലും യാത്രയിലും വയ്യാത്തപ്പോഴും ആകുമ്പോഴും ആകാത്തപ്പോഴും ഒക്കെ കാണുമ്പോഴും കാണാത്തപ്പോഴും ഒക്കെ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും അനുസ്യൂതമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ എന്തോരം അനുഭവിച്ചിരിക്കുന്നു അല്ലേ? വി ആർ എൻജോയിങ് ദ ഗ്രേസ് ഓഫ് ഗാഡ്
ഇൻ എൻ ഇമ്മെഷറബിൾ മാനർ, ഇൻ എ പ്ലൻറ്റിഫുൾ മാനർ. കണക്കില്ലാതെ, അതിർത്തിയില്ലാത്ത വണ്ണം അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പം മുമ്പേ പറഞ്ഞപ്പോഴല്ലയോ നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ടെന്ന് ഓർത്തത് അല്ലേ? അതിന് മുമ്പ് ഓർത്തായിരുന്നോ? അതിനു മുമ്പ് ഓർത്തെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുണ്ടെന്ന്. ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം ഇല്ലെങ്കിൽ നമ്മളിത് പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമില്ല, അതിങ്ങനെ തന്നെ നടന്നോളൂ. ദാറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഈ അനുസ്യൂതമായി ദൈവത്തിൻ്റെ കരുണ ഇതുപോലെ നാം പ്രാപിക്കുകയും അതുപോലെ നാം അനുഭവിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചെറിയ തോതിലെങ്കിൽ ഇതുപോലെയുള്ള അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. നമ്മളും ഈ കർത്തൃമാനസത്തിന് അല്പമെങ്കിലും ചേർന്ന് നിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? കർത്താവേ, നിന്റെ സഹായത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നോക്കി വിളിക്കുന്നു. എന്തെന്നാൽ ദുഷ്ടൻ തൻ്റെ ഉപായത്താൽ സൃഷ്ടിയെ കലഹിപ്പിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ ഇടയിൽ വിരുദ്ധത്തിൻ്റെ വാളിനെയും ഇട്ടിരിക്കുന്നു. കഴിയുമെങ്കിൽ ധർമ്മിഷ്ഠരായവരെയും തെറ്റിപ്പാൻ അവൻ വഴി അന്വേഷിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയിലല്ലാതെ ആരിൽ ഞങ്ങൾ സങ്കേതം പ്രാപിക്കേണ്ടു? നിന്റെ സ്ലീബായുടെ അടയാളത്താൽ തിന്മപ്പെട്ടവനെ ഞങ്ങൾ നിന്ന് ഓടിച്ച് അകറ്റണമേ. ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ. പഠിക്കൂ. കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപ ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ, സുന്ദരമായ ഒരു കാവ്യമാണത്. കർത്താവേ, നിന്റെ സഹായത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നോക്കി വിളിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മയുടെ അംശം അതിലെങ്കിലും നമുക്കൊന്ന് നന്മയുള്ളവരായിരിക്കാൻ പറ്റുമോ? കുറേ നാൾ മുമ്പത്തെ ഒരു അനുഭവമാണ്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതെന്നുള്ള, അതിനപ്പുറത്ത് അതിനെ കാണരുത്. ഒരു വിധവയായ സ്ത്രീ, അവരുടെ 2 പിള്ളേരുണ്ട്, ആമക്കളാണ്. ഈ പിള്ളേർ നിലനിൽക്കേണ്ടതിന് എല്ലാ ശനിയാഴ്ചകളിലും ദിവ്യബോധന പഠനത്തിന് ചെല്ലുന്ന സമയത്ത് ഒരു ചാക്കിൽ കുറച്ച് സാധനമൊക്കെ ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ചിലർ സഹായിക്കുന്നുണ്ട്. കുറച്ച് ആ ആഴ്ചത്തേക്ക് അവർക്കുള്ള പ്രൊവിഷൻ സാധനമൊക്കെ ഉണ്ട്. ഈ സൗജന്യ റേഷനും അങ്ങനത്തെ കിറ്റുകളും ഒന്നും ഉള്ള കാലഘട്ടമല്ല. അതുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ അത് പിന്നെ അടുത്തുള്ള ഒരു കടക്കാരനോട് പറഞ്ഞ് അവരത് പള്ളി മുറിയിൽ കൊണ്ടുവന്ന് വെക്കും. ആ മേശയ്ക്കടിയിൽ നിന്ന് അത് വേണ്ട ഒരാൾ അവിടെയുണ്ട്, ആ വിധവയായ സ്ത്രീ അത് കൊണ്ടുപോകും. അങ്ങനെ അവർ കഴിയുന്ന സമയത്താണ് ഒരു ദിവസം അവിടുത്തെ മൂത്ത മകൻ ഈ അമ്മയെ തല്ലുകയും വീട് തല്ലിപ്പൊളിക്കുകയും അകത്തെ മുറി കയറിയിരിക്കുകയും ചെയ്തു. വലിയ ബഹളമെന്ന് പറഞ്ഞു. അപ്പം പള്ളിയിൽ അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛാ ഒന്ന് വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദിവ്യബോധനം ഒന്ന് തീരട്ടെ. അല്ലല്ല പ്രശ്നം. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. അവൻ ഭയങ്കര ബഹളമാണ്, വീടിന് തീ കത്തിക്കുമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുക. അവിടെ ആ പഞ്ചായത്ത് മെമ്പറൊക്കെ ചെന്നിട്ടും ഇവർ ചെന്നിട്ട് ഒരു രക്ഷയില്ല. കതവ് തല്ലിപ്പൊളിക്കാൻ അവളെ ആ വിധവയ്ക്ക് ആകെ അടച്ചു പുറത്തുള്ളത് അതേ ഉള്ളൂ. അതും തല്ലിപ്പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനു മുമ്പ് അച്ഛനൊന്ന് എന്ന് പറ. അവരുടെ മനസ്സിലെ വിചാരവും എൻ്റെ മനസ്സിലെ ചിന്താഗതി എന്താണെന്നറിയോ? നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്കല്ലേ എല്ലാ ശനിയാഴ്ച അരി വാങ്ങിച്ചു കൊടുക്കുന്ന കൊച്ചൻ്റെ വീട്ടിലല്ലയോ അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന്. പിന്നെ കുറേ കൂടെ ചെറുപ്പവുമാണ്. ഇന്നൊക്കെ അത് ഒത്തിരി പ്രായമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, എങ്കിലും കുറേ കൂടെ ചെറുപ്പവുമാണ്. അപ്പോൾ അവൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിചാരിച്ച് ഞാനും അവിടെ ചെന്നു. എടാ മോനെ തുറക്കടാ, അവൻ്റെ പേരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു. അവൻ്റെ 2 പള്ളങ്ങ് പറഞ്ഞു, കണ്ണ് പൊട്ടുന്ന 2 അങ്ങ് പറഞ്ഞു. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നോക്കി.
കാരണം ഇതൊക്കെ വിളിക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇത്രയും നേരിട്ട് എന്നെ വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് ചൂളിപ്പോയി. കുറേ നേരം അവിടെ നിന്ന്, ഒരു അരമണിക്കൂറെങ്കിലും അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ദിവ്യഭവനംകാർ പുറകെ വന്നു. അവർ കുറേ വിഷമമായി. എന്തായാലും അവസാനം തുറന്നു അകത്ത് കയറി. ഞാൻ വെച്ചു കൊടുത്ത് ഒരെണ്ണം അങ്ങ് കൊടുത്തു. ഞാൻ അവസാനം അവൻ നല്ലതായിട്ട് വേദന എടുത്തു. ഞാൻ തിരിച്ചൊക്കെ അടിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിലും അവൻ അതിനുള്ള ധൈര്യം വന്നില്ല. എന്തായാലും സാഹചര്യം അതിനൊത്തില്ലായിരിക്കും. അവൻ എന്തായാലും തിരിച്ചൊന്നും ചെയ്തില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോരും. അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഇതിന് കാശ് തരുന്ന ഒരാൾ അറിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളി കഴിഞ്ഞ് കൈമുത്തുന്നതിനിടയ്ക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനെ എനിക്കൊന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിയുടെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. മുറിയിലിരിക്കുമ്പോൾ അദ്ദേഹം വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഉപ്പ് പോലും വാങ്ങിച്ചു കൊടുത്തേക്കരുത് ആ വീട്ടിന് കേട്ടോ. കർശനമായ വാക്കുകളാണ് എന്നോടൊക്കെ പറയുന്നത്. അപ്പം ഞാനും അതേ മനോഭാവത്തിലാണ് തലേന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോയത്. കാരണം അവൻ എന്നെ ശരിക്കും നോവിച്ചു. തല്ലി ഞാനാണ് അവന് കൊടുത്തതെങ്കിലും അവൻ എന്നെ ശരിക്കും നോവിച്ചു. കണ്ണ് പൊട്ടുന്ന സാധനമാണ് അവൻ എന്നെ വിളിച്ചത്. പിന്നെ അത് മനുഷ്യരുടെ മുമ്പിൽ നിന്നുമാണ് വിളിച്ചത്. ഒതുക്കത്തിൽ നമ്മൾ വിളിച്ച് പിന്നെ പോട്ടെന്നങ്ങ് വിചാരിക്കാറ്. ഇതെല്ലാം കൂടായി. അങ്ങനെയൊക്കെ ഒരു വിചാരത്തിലാണ് ഞാൻ പോയതെങ്കിലും പിറ്റേ ദിവസം രാവിലെ എൻ്റെ മനോഭാവം മാറി. അപ്പം ഞാൻ ആ അച്ഛനോട് പറഞ്ഞേ, അല്ല നമുക്കേ അവൻ അവിടെ ഇല്ലാത്തപ്പോഴല്ലയോ നമ്മൾ ഇതുവരെ കൊടുത്തത്. അല്ല നമ്മൾ അവിടെ പോയി കൊടുത്തില്ലല്ലോ ഇതുവരെ. അച്ഛൻ ഇവിടെ ഒതുക്കത്തിൽ വെച്ച് ആരും അറിയാതില്ലോ കൊടുത്തത്. പള്ളി വെച്ച് 4 ആൾ അറിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത് പണ്ട് ഈ പോകണം കേട് അവൻ പറയുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യമൊക്കെ പെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ചായനല്ല അപ്പച്ചനോട് പറയും, നമുക്ക് അവൻ ഉള്ളപ്പോൾ അവിടെ പോകണം ഒരു ദിവസം. എന്നിട്ട് ഞാൻ ശനിയാഴ്ച തന്നെ അവിടെ പോയി ഇത് കൊടുക്കണം. എന്നിട്ട് എടാ നീ ഇത് നാളെ ഇത് കഴിച്ചേച്ച് അന്ന് വിളിച്ച തെറി വിളിക്കുന്നെങ്കിൽ വിളിച്ചേക്കണം, മേലെ പിന്നെ വിളിക്കരുത്. അങ്ങനെയാണ് പറഞ്ഞേക്കണം. നീ തന്നെ അധ്വാനിച്ച് ഇവളുടെ കാര്യവും നിൻ്റെ അമ്മയുടെ കാര്യവും അനിയൻ്റെ കാര്യവും ഒക്കെ നോക്കാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തരുന്നുമില്ല എന്തിനാ എന്ന് അതും കൂടെ പറഞ്ഞേച്ച് പോരാമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ചായനങ്ങ് പോയി. ആ അപ്പച്ചൻ പോയിട്ട് വൈകുന്നേരം എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, അലച്ചാ നമുക്ക് കൊടുക്കണം പോട്ടെ. അവൻ അങ്ങനെ കാണിച്ചെങ്കിലും നമ്മൾ അങ്ങനെ ആയിക്കൂടാ. അത് കുറേ നാൾ അവർക്ക് കൊടുക്കാനിടയായി. ഞാൻ പറയും, നമ്മൾ പ്രാപിച്ച നന്മയുടെ ഒരംശം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത് മനോഭാവമായി സ്വീകരിക്കേണ്ടതല്ലേ? ഈ സ്ത്രീയോട് യേശു പറയുകയാണ്, ആളുകളോട് പറയുകയാണ്, അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. മകളെ, നിന്റെ കുറ്റത്തിനും ഞാൻ ക്ഷമ ചെയ്തിരിക്കുന്നു, ക്ഷമ നൽകിയിരിക്കുന്നു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് യോഹന്നാൻ സ്ലീഹ എഴുതിയ അതേ കാര്യം. അതുകൊണ്ട് നേരിട്ട് സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നും കൂടെ പറയുന്ന അനുഭവത്തിലേക്ക് അതിൽ വളരുകയാണ്. അനുഗ്രഹത്രയമാണത്: വിശ്വാസം, രക്ഷ, സമാധാനം. ആരോഗ്യത്രയം നമുക്കറിയാമല്ലോ. ശീലങ്ങളിലെ ആരോഗ്യത്രയമുണ്ട്: ഭക്ഷണം, ഉറക്കം, വ്യായാമം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം കൊണ്ട് പോയാൽ ഒക്കത്തില്ല. ഭക്ഷണം, ഉറക്കം, വ്യായാമം ഇത് ഒരുമിച്ച് പോകണം. ആരോഗ്യദായകമായ ശീലം പോലെ ഈ അനുഗ്രഹത്രയം വിശ്വാസം, രക്ഷയും സമാധാനവുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ നമ്മുടെ സമയം പൂർത്തീകരിക്കുമ്പോൾ ഞാനിത് പൂർത്തീകരിക്കുകയാണ്. ജീവിതത്തിൽ യേശു ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക്, ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് കടന്നു വരികയാണ്. യേശുവിന് ക്ഷണിക്കാതെയൊക്കെ വരാം, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ നമ്മളൊന്ന് ക്ഷണിച്ചിട്ട് കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യമല്ലയോ ഈ നോമ്പ് നൽകുന്നത്? Let us invite Jesus Christ with all the specialities of his perspective. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ, ശീലങ്ങളിലെ, രീതികളിലെ, കാഴ്ചപ്പാടിലെ, പെർസ്പെക്റ്റീവിലെ എല്ലാ അനുഭവങ്ങളോടും ചേർന്ന് യേശുവിനെ ഒന്ന് ക്ഷണിക്കാൻ ആർ വി വില്ലിംഗ് ടു ഡു ദാറ്റ്? ആർ വി ഡയറിങ് നോട്ട് ടു ഡു ദാറ്റ്? നമ്മൾ അതിനുള്ള ധൈര്യപൂർവമായി നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? യേശു കടന്നു വരികയാണ്. അവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നിർവഹിക്കുന്നത്. ഇച്ഛിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്.
പക്ഷേ ഇച്ഛിക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ്. നമുക്ക് ക്ഷണിക്കാൻ അവകാശമുണ്ട്, പക്ഷെ നമ്മളുടെ നിൽപ്പും ജീവിതവും ക്ഷണവും ഒക്കെ തന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്തിലാകുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തോട് ചേർന്ന മനോഭാവം ഉൾക്കൊള്ളാം. Forgiveness we have received from the Lord. Forgiveness does not change the past. അത് പഴയ അവസരങ്ങളെ, പഴയ സാഹചര്യങ്ങളെ, നമ്മുടെ പഴമനുഭവങ്ങളെ അത് തിരുത്തുന്നില്ലായിരിക്കാം. പക്ഷേ ഇറ്റ് ഡസ് ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ഫ്യൂച്ചർ. അത് നമ്മുടെ കാഴ്ചപ്പാടിനെ, മനോഭാവത്തെ മാറ്റുകയും അത് തീർച്ചയായും നമ്മുടെ ഭാവിയെ അത് മാറ്റിമറിച്ച് നല്ലതാക്കുകയും ചെയ്യും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുതാപ ദുഃഖത്തിൻ്റെയും പാപക്ഷമയുടെയും അനുഭവം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചുങ്കക്കാരൻ്റെയും പാപിയുടെയും സ്നേഹിതനായ കർത്താവിനൊപ്പം നമുക്കും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നാം പാപബോധത്തിലേക്ക് വരിക എന്നാകുന്നു കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ അനുഭവം നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. The perspective and the will of God is inviting us to share in that values and the characteristics. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. മൊറാനേശ് നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവെ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളെ ഏറ്റുപറയും, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങൾ ഉണമായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം, നിന്റെ സ്ഥാനം ഞങ്ങളുടെ പക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ.